എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. PSG ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു താരം തന്നെയാണ് സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ. കാരണം അദ്ദേഹം മികച്ച പ്രകടനം അവിടെ നടത്തുകയും അതുപോലെ തന്നെ ബാഴ്സലോണയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ബാഴ്സലോണയിൽ നിന്നും അദ്ദേഹത്തെ PSG സ്വന്തമാക്കുന്നത്. എന്തായാലും അന്ന് വലിയൊരു ട്രാൻസ്ഫർ തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ലിയോണൽ മെസ്സിയെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. എന്നാലും PSG-യിൽ അദ്ദേഹത്തിന് ബാഴ്സയിൽ പുറത്തെടുത്ത മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നു. പരിക്കുകൾ അദ്ദേഹത്തെ PSG-യിൽ കളിച്ചപ്പോൾ വലച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് മികച്ച പ്രകടനം തന്നെ PSG-ക്കായി നടത്താൻ സാധിച്ചു എന്നതാണ് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം. എന്നാൽ PSG-യുടെ CEO ആയ ഖലീഫി ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നെയ്മറിനെ പറ്റി നടത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വെല്ലുവിടത്തിലേക്ക് കടക്കാം. ഏതായാലും ഇപ്പോൾ PSG-യുടെ CEO ആയ ഖലീഫി പറയുന്നത് ഇങ്ങനെയാണ്: നെയ്മറെ ഞങ്ങൾ സ്വന്തമാക്കിയതിനു ശേഷമാണ് ഞങ്ങളുടെ ക്ലബ്ബ് ഇത്രത്തോളം വളർന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നത്. നെയ്മർ വന്നതിന് ശേഷമാണ് ടീം ഇത്രയും വലിയ ശക്തമായി മാറിയത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ യൂറോപ്പിലെ ചാമ്പ്യന്മാരാണവർ, യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീട ജേതാക്കളാണവർ. എന്തായാലും അവർക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാറാൻ സാധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നെയ്മർ ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നെയ്മർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു ടീമായി മാറിയത് എന്നുള്ളൊരു കാര്യമാണ് ഖലീഫി നിലവിൽ എടുത്തു പറയുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ PSG-യോടൊപ്പം ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൈകൾ PSG-യുടെ വളർച്ചയിലുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഖലീഫി എടുത്തു പറയുന്നുണ്ട്. എന്തായാലും നെയ്മർ ഇനി PSG-യിലേക്ക് തിരികെ എത്തുമോ എന്നതൊക്കെ ഇനി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണോ എന്നത് അറിയില്ല. എന്തായാലും അദ്ദേഹം തിരികെ എത്താനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. എന്തായാലും അദ്ദേഹം നിലവിൽ സാന്റോസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും PSG-യിലൊക്കെ കളിച്ച ഫോം ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് തിരികെ കിട്ടിയിട്ടില്ല. എന്തായാലും അതൊക്കെ തിരികെ കിട്ടുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ്. എന്തായാലും അദ്ദേഹം വേഗം തന്നെ സുഖം പ്രാപിച്ച് കളിക്കളത്തിലേക്ക് തിരികെ എത്തട്ടെ എന്നതിന് നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇപ്പോൾ PSG-യുടെ CEO ആയ ഖലീഫി പറയുന്ന പ്രകാരം ഇപ്പോൾ നെയ്മറിനെ സ്വന്തമാക്കിയതിനു ശേഷമാണ് PSG ഇത്രയും വലിയ ക്ലബ്ബായി മാറിയത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നത്.